കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെടുത്തു. ഒരാഴ്ച മുഴുവൻ അത് പഠിക്കും. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ദീർഘനാളുകൾ പഠിച്ചാലും തീരാത്തതുപോലെയുള്ള വിഷയങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. അത് അപഗ്രഥിച്ച് പഠിച്ചു വരുമ്പോഴാണ് അത് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്തോത്രം. എഫേസ്യ ലേഖനം എന്നുള്ളത് ലേഖനങ്ങളുടെ റാണി എന്ന വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവരാകുക, അതാണ് അതിൻ്റെ അകത്ത്. ഓരോ ലേഖനത്തിനും ഓരോ പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഗലാത്യ ലേഖനം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ഫിലിപ്പിയ ലേഖനം കർത്താവിലുള്ള സന്തോഷം, അങ്ങനെ ഓരോ ലേഖനങ്ങൾക്ക് ഓരോ പഠനങ്ങളുണ്ട്. അങ്ങനെ വേദപണ്ഡിതന്മാർ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ. ഈ ലേഖനം സസൂക്ഷ്മം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനൊരു വാക്യം വേദപുസ്തകത്തിൽ ഈ ലേഖനത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇന്നെല്ലാവരും പ്രസംഗിച്ചു കഴിയുമ്പോഴും ഒരു വിശ്വാസികൾ തമ്മിൽ, പാസ്റ്റർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്ത് അനുഗ്രഹമായി ഇവർ വിവക്ഷിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടുമുക്കാലും പേര് അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നത് ഭൗതിക അനുഗ്രഹം. അത് ഈ പഴയ നിയമത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ പഠിപ്പിക്കലുകളും അതിൻ്റെ രീതികളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. പ്രവൃത്തി പുസ്തകത്തിൽ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. അതിനെക്കുറിച്ച് പറയുക, യഹൂദന്മാരെ കുറിച്ച്. യഹൂദന്മാരിൽ എത്ര ആയിരം രക്ഷിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഭൗതികമാണ്. പുതിയ നിയമമാണ് ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ തിരിവ് മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് നമ്മുടെ ആത്മീയ കുളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തമ്മിൽ കണ്ടുമുട്ടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിച്ച് കഴിയാൻ നേരത്ത് പ്രേസലോട് നമുക്ക് നാളെ കാണാം, കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ആത്മീയ അനുഗ്രഹമാണെന്ന് നമ്മുടെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണം. ഇത് ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസിയാണ് ഇന്ന് ലോകത്തിൽ ഏറെ പങ്കും. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പ്രസംഗിച്ചു കൂട്ടുന്ന പ്രസംഗങ്ങളാണ് ഇന്ന് ഏറെ പങ്കും. എന്നാൽ നമ്മൾ ഭൗതിക അനുഗ്രഹത്തിന് എതിരല്ല. ആദ്യം അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കർത്താവ് തരും. ഈ ഭൗതികത്തിൻ്റെ പിറകെ ഓടുന്ന ഓട്ടം നമുക്കില്ല. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഓടിയവരൊക്കെ ഞാൻ കേരളക്കരയിൽ അനേക ഭക്തന്മാരെ ഞാൻ കണ്ടിട്ട് അവരുടെയൊക്കെ തുടക്കം നല്ലതായിരുന്നു. ഭൗതികത്തിൻ്റെ പിറകെ ഓടി 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 ആത്മീയനായിരുന്നവർ ഭൗതികത്തിൻ്റെ പിറകെ ഓടി അവസാനം ലക്ഷ്യം തെറ്റി നിബദിച്ചു കിടക്കുന്ന ചിത്രം എൻ്റെ ഉള്ളിൽ ഒത്തിരി കിടപ്പുണ്ട്. ഒത്തിരി പേരുടെ ചരിത്രങ്ങൾ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കത് മനസ്സിലായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് എന്ത് പറ്റി? ആ വാക്യം തന്നെ ഞാൻ ചില വാക്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അങ്ങ് ഇതായി. 1 തീമോഥെയോസിൻ്റെ ലേഖനത്തിലാണ് ആ വാക്യം എടുക്കുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ബഹുദുഃഖങ്ങൾക്ക്. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചോ. ഇത് നമ്മുടെ ഹൃദയത്തിലോട്ടൊന്ന് ചിന്തയായിട്ട് വരട്ടെ. ബഹുദുഃഖം, വിവിധ നിലയിലുള്ള ദുഃഖം. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, ഇന്ന് വിശ്വാസി ദുഃഖിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം ദ്രവ്യാഗ്രഹമാണ്, പണമാണ്. ചിന്തിച്ചു നോക്കൂ. ഓരോരുത്തരൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ള അത് വിട്ടോടാ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക.
വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി കൽപ്പന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സ്തോത്രം പന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ആജ്ഞ കമാൻഡിങ്, ഒരു കമാൻഡിങ് ഓഫീസറുടെ കൽപ്പന. പൗലോസ് നല്ലൊരു പോർക്കളത്തിലെ ഒരു ധീരനായ പോരാളിയായിരുന്നല്ലോ. ആത്മീയ പോർക്കളത്തിലെ തൻ്റെ സഹ ശിഷ്യനായ തിമോത്തിയോസിന്, നിജപുത്രനായ ശിഷ്യന് താൻ കൊടുക്കുന്ന ആജ്ഞയാണ്, വിട്ടോട്, ദ്രവ്യാഗ്രഹം വിട്ടോട്. ശുശ്രൂഷാവൃന്ദങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദ്രവ്യാഗ്രഹം വിട്ടോട്. നീ ആദിയിൽ അവൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ നിനക്ക് ആവശ്യമുള്ളത് തരും, അതിൽ സംതൃപ്തരാകുക. ഫസ്റ്റ് ക്യാപ്റ്റൻ ശമൂൽ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. യഥാർത്ഥമായി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ സാമ്പത്തികം ദൈവം പരിമിതപ്പെടുത്തും. എന്തിനാണെന്നറിയാമോ? കർത്താവിൽ ആശ്രയിക്കാൻ. ഹല്ലേലൂയ. ഒരു വിദേശ യാത്രകൾ വരുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവ് അയക്കുന്നെങ്കിൽ മാത്രം ഒരു പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പോകത്തില്ല. പോകാൻ പാടില്ല. സ്തോത്രം. കാരണം നമ്മളെ തകർത്ത് കളയുന്ന ഒരു സബ്ജക്റ്റാണിത്, അനീതിയുള്ള മാമോൻ. അനേകർ തകർന്ന് കിടക്കുക. പ്രിയമുള്ളവരെ, ആത്മീയ കുളത്തിൽ അനേകർ തകർന്ന് തരിപ്പണമായി കിടക്കുക. അവരുടെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ മുൻകാലങ്ങളിലുള്ള പ്രസംഗങ്ങളും പ്രബോധനങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. ഭൗതികം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ പ്രസംഗങ്ങൾ, അതും എൻ്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ഈ ദ്രവ്യാഗ്രഹം വിട്ടോടുക. ഹല്ലേലൂയ. ഞാൻ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനത്തിലാണ് ആയിരിക്കുന്നത്. അതിലേക്ക് വേഗത്തിൽ ഞാൻ വരുന്നു. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. ആ വാക്യത്തിലാണ് നമ്മൾ നിന്നത്. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. നമ്മൾ ജാതികളായിരുന്നു എന്ന് ആദ്യം പഠിക്കണം. പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ ശക്തിയോടെ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാണ്ട് ഒരാളെ വിളിച്ച് പറഞ്ഞു, പുള്ളി ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നാന്ന് പറഞ്ഞു. പുള്ളിയുടെ ചെവിയിൽ അത് കേട്ടു. ആരുമെന്നൊക്കെ ഞാൻ പറയുന്നില്ല, പറഞ്ഞ് വിവാദ വിഷയമാക്കണ്ട, കേട്ടങ്ങ് പോയാൽ മതി, നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. പുള്ളി കേട്ടിട്ട് പറഞ്ഞു, പുള്ളി ഇച്ചിരി ശൗര്യക്കാരനാണ്, എന്നെപ്പോലാണെന്ന് വെച്ചോ. ആത്മീയത്തിൽ ഇച്ചിരി ശൗര്യമൊക്കെ നമുക്ക് വേണമെന്നേ, ചുമ്മാ തളർന്നൊടിഞ്ഞ് കിടന്നാൽ ശരിയാകത്തില്ല. കർക്കശമായി മുറിച്ച് കളയേണ്ട കാര്യങ്ങളെ മുറിച്ച് കളയണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇതങ്ങനെയാണ് അതിൻ്റെ കാര്യം. പുള്ളി പറഞ്ഞു, ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം, എനിക്ക് അവരായിരുന്നു കാണണമെന്ന് പറഞ്ഞു. യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിൽക്കണം. മറ്റുള്ളവർക്കെല്ലാം പോകാൻ കുഴപ്പമില്ല, അവർക്ക് എനിക്ക് അവരെ ഒന്ന് കാണണം. ആരും നിന്നില്ല. പിറ്റേ ദിവസം പുള്ളി പറഞ്ഞു, നമ്മളെല്ലാം ജാതിയിൽപ്പെട്ടവരാ, പറയനും പൊലിയനും, പിന്നെ ആരാ, ഹിന്ദുവും മുസ്ലിമും സത്യക്രിസ്ത്യാനിയും, പിന്നെ വലിയ വലിയ കൊമ്പത്തുള്ള ക്രിസ്ത്യാനികളും, കനാന്യർക്കാർ. പണ്ടൊരു സൗരൻ എന്നോട് ഞാൻ കനാന്യ വർഗത്തിൽപ്പെട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാണവും കന്യാന്യവർഗത്തിൽ നിന്ന് കഴിക്കത്തുള്ളൂ. അന്ന് എനിക്കിത്ര ബോധമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അല്പം ബോധം കിട്ടിയിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തിലൂടെ. അതുകൊണ്ട് എനിക്ക് അന്നൊന്നും പറയാൻ പറ്റിയില്ല. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞത്, സഹോദര, കനാൻ ശപിക്കപ്പെട്ടവനെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് നീ കനാൻ്റെ മഹത്വമൊന്നും നീ പറയരുത്. നീ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചൊരു ദൈവവേദലായി തീർ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞ പോലെ പറയാം. നാമോ അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ജാതിപ്പെട്ടവരാ. ചില വാക്യങ്ങളിലൂടെ നമുക്കത് ഒന്ന് ധ്യാനിച്ചു പോകാൻ താല്പര്യമുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ ഞങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങളിനി നടക്കരുത്.
അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിൻ്റെ ജീവൻ നകന്ന് മനം തഴിപ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല ശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ജാതികൾ ആരാ? അവർ വ്യർത്ഥബുദ്ധിയുള്ളവരാണ്. ഹല്ലേലൂയ. അവർ അന്ധബുദ്ധികളാണ്, അവർ അജ്ഞാനികളാണ്, അവർ ഹൃദയകാഠിന്യമുള്ളവരാണ്, അവർ ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തഴിപ്പിച്ചു പോയവരാണ്, അവർ അത്യാഗ്രഹമുള്ളവരാണ്, അവർ സകല അശുദ്ധിയും നിറഞ്ഞവരാണ്, അവർ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. നമ്മളങ്ങനെ ആകരുത്. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയും, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ, അതായത് ആ 7 കൂട്ടം കാര്യങ്ങൾ 17, 18, 19 വാക്യത്തിൽപ്പെട്ട 7 കൂട്ടം പ്രവൃത്തികൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാന്തമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളി. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനത്തിലൂടെ നമ്മൾ ധരിക്കുന്നു, യേശുവിനോട് ചേരുന്നു. ആ ചേർന്ന നാം ആരാണ്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. എന്താ ഈ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള, ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷമുള്ള സത്യം, നീതി, വിശുദ്ധി, പരിജ്ഞാനം, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യൻ. 2 കൊരിന്ത്യർ 5:11 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, കണ്ടാലും സകലതും പുതുതായി മാറി. ശകലതുമല്ല, സകലതും. അതാ പുതിയ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് പൗലോസ് വിളിച്ചത്, അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ. ഹലോ, കാര്യങ്ങളുടെ കിടപ്പ് കണ്ടോ? ഇനി ജാതികളുടെ വേറൊരു ചിത്രം എഫേസ്യ ലേഖനത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ശ്രദ്ധിച്ചു, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോണം. കാരണം വചനം കൊണ്ടാണ് ഞാൻ വചനത്തെ വ്യാഖ്യാനിക്കുന്നത്, തെളിയിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ല. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അവയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അടുത്ത സ്തോത്രം. ആകയാൽ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിന് കയ്യാലുള്ള പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, കണ്ടോ എന്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പൗലോസ്, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ആ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 2-3 സ്തോത്രം. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അപ്പോൾ പിശാചിൻ്റെ അടിമനുഖത്തിൽ നമ്മൾ കിടന്നിരുന്നു. ജാതികൾ, പ്രമാണമില്ലാത്തവർ, ദൈവമില്ലാത്തവർ, പിശാചിനെ ആരാധിച്ചുകൊണ്ട് കിടന്ന നമ്മളെ ജാതികൾ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികളാക്കിയിരിക്കുന്നു എന്നത് ഞാൻ ആദ്യമായി ദൈവവൃത്യന്മാരെന്ന് കേട്ടപ്പോൾ ഞാൻ തുള്ളിച്ചാടി. എന്തൊരു സന്തോഷം ഉണ്ടായി എനിക്ക്. കാരണം എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ദൈവവചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരായിരുന്നു, നമ്മൾ ആരായിരിക്കുന്നു, നമ്മൾ ആരാകും. 3 കാലങ്ങൾ. പിശാചിന്റെ അടിമനൂളത്തിൽ കിടന്ന ഞാൻ ഇപ്പോൾ ആരായി? ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. ഈ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ക്രിസ്തു ജീവിതം നയിക്കാൻ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജിക പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഈ വചനഭാഗങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ വിലയും നിലയും തരുന്നത്. ഇനി നമുക്ക് പഴയ ജാതി സ്വഭാവത്തിലേക്ക് പോകാൻ പാടില്ല. പണ്ടത്തെ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പാടില്ല.
രാജക പുരോഹിത വർഗമായിരിക്കുന്ന ഒരു വ്യക്തിൻ്റെ നടപ്പ് കണ്ടാത്തവനെ രാജാവ് നടക്കുന്ന പോലെ ആയിരിക്കണം. ഒരു രാജാവ് എങ്ങനെ നടക്കുന്നത്? കിറിഞ്ചിയാണ് നടക്കുന്നത്. ഒരു രാജവസ്ത്രം ധരിച്ച് തലപ്പാവൊക്കെ അണിഞ്ഞ് എന്ത് മഹത്തരമായ നിലയിൽ അവൻ്റെ നടപ്പും ജീവിതവും ഇരിപ്പുമൊക്കെ. ആത്മീയമായി നമ്മൾ അതായണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിവിടെ ദരിദ്രരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഞെരുക്കം അനുഭവിക്കുന്നവരും കണ്ണീരൊഴുക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. ഓക്കെ. പക്ഷേ ദൈവപുത്രനായ യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയെ 7 വർഷം 1000 ആണ്ട് ഭരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ഭരണസീമയ്ക്കുള്ളിൽ ഒരു രാജപുത്രനായി, ഒരു രാജകുമാരനായി ഞാനും കർത്താവിനോടൊപ്പമായിരിക്കുമെന്നുള്ള ആത്മീകമായ ചിന്തയാണ് നമ്മുടെ പ്രത്യാശ നിർഭരമായ ഒരു ക്രിസ്തുജീവിതം നയിക്കുവാൻ ഇടയായി തീർക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. എല്ലാം നമ്മൾ വചനത്തിലൂടെ പഠിച്ചാലും നമുക്ക് വചനവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇപ്പോൾ പലർക്കും. പെന്തക്കോസ്തുകാർക്ക് വചനമായിട്ടൊരു ബന്ധമില്ല ഇപ്പോൾ പലർക്കും. അതുകൊണ്ടാണ് ഈ ചപ്പും ചവറും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വല്ലവരുമൊക്കെ പറയുന്ന വല്ലതുമൊക്കെ കേൾക്കുന്നതിന് കാരണം എന്താ? തെളിനീരായ വചനം കേട്ടുള്ളൊരു ശീലം വന്നാൽ ഈ ചപ്പ് പറയുമ്പോൾ ദൂരെ കളയും നമ്മൾ. ഇത് തത്വജ്ഞാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പലരും. എനിക്കിത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇറിറ്റേഷനായി. വചനത്തെ അതിൻ്റെ തെളിവായ നിലയിലോട്ട് പത്രോസ് എന്താ പറഞ്ഞത്? ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. ഇന്നെവിടെ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. പത്രോസ് കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്താ കൊർന്നേല്യോസ് പറഞ്ഞത്? നീ വന്നത് ഉപകാരം, ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളിതാ ഇവിടെ എല്ലാവരും കൂടി ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ്റെ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവ് അവരോട് കൽപ്പിച്ചതാണ് അവർ പ്രസംഗിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അറിയാമല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മോൻ വന്ന് പ്രസംഗിച്ചത്, ആ നോവ് ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതാണോ പ്രസംഗം? ഇത്ര വൃത്തികെട്ട സംസാര ശൈലിയുള്ളൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഒത്തിരി പേര് ദുരുപദേശമൊക്കെ പറയും, ഒത്തിരി പേര് പല നിലയിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇത്രയും ഹീനമായ ഒരു വാക്ക് ഇനി മേലിൽ ആ നാവിൽ നിന്നത് വരാതിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് ദൈവത്തിൻ്റെ വചനം. അജാതികൾ ആരാന്ന് വചനത്തിലൂടെ പറയുക. സ്തോത്രം. ബുക്ക് ഓഫ് ആക്ട്സ് 11ഉം 12ഉം ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ജാതികളുടെ വിഷയത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പ്രവൃത്തി പുസ്തകം 10-11 അധ്യായങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആ 11ാം അധ്യായത്തിലേക്ക് വരുന്നു. ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്ന് അപ്പോസ്തലന്മാരും യഹൂദന്മാരും സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ അഗ്രചർമ്മികളുടെക്കാരുടെ ഇടയ്ക്കിൽ പോയി അവരോടുകൂടി ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിറക്കിയ വലിയൊരു തുപ്പട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ജാതികളെയും ആകാശത്തിലെ ജാതികളെന്നല്ല ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു. ഈ ജാതികളെന്ന് പറഞ്ഞാലും തെറ്റില്ല. ജാതികളെ കുറിച്ച് പറയുന്ന ഒരു ദർശനത്തിൻ്റെ ഒരു വെളിപ്പാടാണ് ഈ വാക്യം. ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവകളെയും കണ്ടു. പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ജാതികളുടെ രക്ഷയെക്കുറിച്ച് ഇവിടെ പറയുക. ജാതികളെ കാണിച്ചു കൊടുക്കുക കർത്താവ് ഒരു ദർശനത്തിലൂടെ. അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് നിരൂപിക്കരുത് എന്ന് പറഞ്ഞു. എന്താ ദൈവം ശുദ്ധീകരിച്ചത്? യേശുക്രിസ്തുവിലൂടെ ലോകത്തുള്ള സകല ജാതികളെയും, മൃഗങ്ങളെപ്പോലെ ജീവിച്ചുകൊണ്ടിരുന്ന സകല ജാതികളെയും യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. യേശുക്രിസ്തു സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് നീതീകരണം കിട്ടുന്നു. അവൻ കുറ്റവാളിയായി മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ റിലീസ് ചെയ്യുന്നു.
പിന്നെ അവൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവമക്കളായി പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമായി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി പിന്നെ ഏക ശരീരസ്ഥരായി തീരുക. ജാതികൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. അവർ പിശാചിൻ്റെ അടിമതത്തിൽ കിടന്നവർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവകൽപ്പന അനുസരിച്ച് കഴിയുമ്പോൾ അവർ ആരായി? പിന്നെ അവർ ജാതികളല്ല, യഹൂദനേക്കാളും വിലയും നിലയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഹൂദൻ ദൈവത്തെ വിട്ടുകളഞ്ഞപ്പോൾ യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ വില എന്താണെന്ന് നമുക്കറിയത്തില്ല. പത്രോസ് ഒരു പരിച്ഛേദനക്കാരനാ. പത്രോസിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയാമോ? യഹൂദന് മാത്രമേ രക്ഷയുള്ളൂ എന്നാ. ആ പത്രോസിൻ്റെ ചിന്താഗതിയെ പൊളിച്ചു കളയാനാണ് ആ ദർശനം പത്രോസിന് കൊടുക്കുന്നത്. ഇന്ന് ജാതി വെറി പറയുന്ന പാസ്റ്റർമാർ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ കിടപ്പുണ്ടല്ലോ. ഒരു പാസ്റ്റർ ഒരു ജാതി വെറി പറഞ്ഞിട്ട് ഏതോ ഒരു സഹോദരനെടുത്ത് ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചു. ആ പാസ്റ്റർമാരുടെ ഇമേജ് അതോടുകൂടി പോയി. ഇത്ര ഹീനമായ പാസ്റ്റർമാർ ഈ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടല്ലോ എന്ന് നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കാൻ തുടങ്ങി. കറുത്തവനെയും വെളുത്തവനെയും വേർതിരിച്ച് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, കറുത്തവർക്കൊരു തലവൻ വെളുത്തവർക്കൊരു തലവൻ. നമ്മുടെ നാട്ടിലുണ്ടെന്നേ, കേരളത്തിലുണ്ടെന്നേ. പണ്ട് കാനോച്ചൻ പറയുമായിരുന്നു. കാനോച്ചന് ഇന്ന പ്രസ്ഥാനത്തിൽ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാനോച്ചൻ തമാശന് പറഞ്ഞു, കൈവപ്പ് ശുശ്രൂഷ നടക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ പോയാൽ നിന്നത്. കാരണം ജാതി പോലെ ജീവിക്കുന്ന പാസ്റ്റർമാരും നേതൃത്വ നിരകളാണ്. ഞാനതിന് സാധാരണ പറയുന്നത്, എന്നോട് പുറത്തു കൊള്ളണം, എന്നോട് ക്ഷമിച്ചു കൊള്ളണം. ദൈവപുരുഷൻ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ ഒരല്പകാലത്തേക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ലീഡർഷിപ്പ് ആർക്ക് കിട്ടി? അഹരോന് കിട്ടി. 3000 എണ്ണത്തെ തീർത്തെടുത്ത് പുള്ളി കൊന്നു കുടിച്ചു മൂടി. ദൈവം വിളിച്ചവൻ ദൈവത്തിൻ്റെ വേല ചെയ്താൽ മതി, അല്ലാത്തവരൊക്കെ പഴയ പണിക്ക് പോകണം എന്ന് ഞാൻ എത്ര നാളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ വേല ഉപജീവന മാർഗമായിട്ട് ആരും എടുക്കരുത്, പ്ലീസ്. ഞാൻ സ്നേഹത്തോടെ പറയുക, ഞാൻ സമാധാനത്തോടെ പറയുക. കാരണം വലിയ ദുരന്തം അതിൻ്റെ പിന്നിലുണ്ടാകാൻ കാരണമുണ്ട്. ദൈവം വിളിച്ചത് മോശയാ, അഹരോനല്ല. മോശയുടെ കൂടെ നിന്നോണം, ഒരു സഹായിയായി. ഹല്ലേലൂയ. അഹരോന്റെ മക്കളെ 2 പേരെ അഗ്നി വിഴുങ്ങിയില്ലേ? ദൈവം കൽപ്പിച്ചിട്ടല്ലാത്ത യാഗം അന്യാഗ്നി കത്തിച്ചപ്പോൾ അവർ 2 പേരും വെന്തു മരിച്ചില്ലേ? ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. 16-ൽ എന്താ പറയുന്നത്? ഞാനത് പല പ്രാവശ്യം പറയാറുണ്ട് പലരോട്. മോശയോട് പറയണം, മോശയോട് പറഞ്ഞു ദൈവം, അഹരോനോട് എപ്പോഴും കൃപാസനത്തിൻ്റെ അടുത്ത് വരരുത്, അതിൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞ് നീയും തട്ടിപ്പോകാതിരിക്കാൻ. പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് ദൈവമക്കളെ. മോശയാണെങ്കിലും അഹരോൻ്റെ മക്കളാണെങ്കിലും അഹരോനാണെങ്കിലും സാമ്പാഷാണെങ്കിലും ഏത് പാസ്റ്ററാണെങ്കിലും ഏത് മഹാനാണെങ്കിലും പ്രമാണം തെറ്റിച്ചാൽ അവന് പണിഷ്മെൻ്റ് ഉണ്ട്. മനസ്സിലാക്കണം. നമ്മളത് പലപ്പോഴും വിസ്മരിക്കുന്നത് കൊണ്ട് ആ ഭാഗം ഒന്നുകൂടി എടുത്ത് പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശ്രദ്ധിച്ചു കേട്ടോളെ, ഒന്നുകൂടി പറയാതെ. ഇതൊന്നും ആരും അധികം പറയത്തില്ല. ഒരു വാക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിഴുങ്ങിക്കളെ. എന്തിനാ വിഴുകുന്നത്? ദൈവവചനം പറയാനായിട്ട് എന്തിനാ വിഴുകുന്നത്? എടുക്കാം ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇന്നൊരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ശരിയായല്ലോ. അടുത്ത 29-ാം വാക്യം എന്താ പറയുന്നത്? 29 ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവന് പറയുക, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരം. ഇതൊന്നും ചിലരുടെ പുസ്തകത്തിൽ ഇല്ലെന്ന് തോന്നിപ്പോവും ചില സമയം. ഇത് പ്രസംഗിക്കരുതോ? എന്താ കുഴപ്പം പ്രസംഗിച്ചാൽ? ശുശ്രൂഷന്മാർ നന്നാകണ്ടേ? വിശ്വാസികൾ നന്നാകണ്ടേ?
സുവിശേഷ വേല ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് ഈ വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ദ്രവ്യാഗിരികളും നന്നാകണമെങ്കിൽ ഇത് പ്രസംഗിച്ച് അവർ കേൾക്കണം. ആരെങ്കിലും ഒരുത്തം വേണ്ടേ പ്രസംഗിക്കാൻ? എന്നെപ്പോലെ പലരും പറയുന്നുണ്ട്, ഇതിനേക്കാൾ കട്ടി കൂട്ടി പറയുന്നുണ്ട്. ഈ പറയുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി പറയുകയാണെന്ന് ആരും ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ദൈവസഭയ്ക്കൊരു നവീകരണം ഉണ്ടാകണം, ദൈവസഭയ്ക്കൊരു മടങ്ങിവരവ് ഉണ്ടാകണം. സ്തോത്രം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വലിയ കൺവെൻഷനിൽ പറഞ്ഞു, നമുക്കൊന്ന് മടങ്ങി വരണം. സതീശൻ പറഞ്ഞു, UDF പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു, നമ്മളൊന്ന് നന്നാകണം. ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എടുത്ത് ഓരോ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഞെട്ടിപ്പോയി. ഒരു പാസ് പ്രസംഗിക്കാത്ത കാര്യം ആ പുള്ളി എടുത്ത് പ്രസംഗിക്കുന്നേ. ഗിരിപ്രഭാഷണം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ എത്ര പേരുണ്ട്? മഹാത്മാഗാന്ധി അത് പഠിച്ചാണല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്ന് തൻ്റെ ഫൈൻഡ് ഇറ്റ് എന്ന പുസ്തകത്തിലുണ്ടല്ലോ. ഞാൻ കണ്ടെത്തി എന്ത് മാർഗം? അഹിംസ. തോക്കെടുത്ത് നിൽക്കുന്ന ബ്രിട്ടീഷുകാരൻ്റെ മുൻപിൽ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉരുവിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ മഹാത്മാഗാന്ധി ഗിരിപ്രഭാഷണത്തിൽ നിന്നാണല്ലോ ആശയങ്ങൾ ഉൾക്കൊണ്ടെടുത്തത്, കൈക്കൊണ്ടത്. എന്താ നമുക്ക് പ്രസംഗിക്കാൻ നമ്മുടെ വായിലോട്ട് വരാത്തതെന്താ? സങ്കീർത്തനത്തിൽ കിടക്കുക, പഴയ നിയമത്തിൽ കിടക്കുക, മോശ ഏലിയാവും ദാവീദും തമ്മിലുള്ള വെട്ടും കുത്തും. പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു സഹോദരൻ പ്രസംഗിച്ചത് എൻ്റെ ഒരു കൂട്ടുഭാഷ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്താ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാൻ്റെ 10 മക്കളെയും കഴിവരത്തി തൂക്കി. അപ്പോൾ പെന്തക്കോസ്ത് വിശ്വാസി ഹല്ലേലൂയ, എന്തിനാ ഹല്ലേലൂയ? കഴിവരത്തി തൂക്കിയല്ലോ. എന്നിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ ശത്രുവിനെ അതുപോലെ ഒടുക്കും, നിന്റെ അയൽവാസിയൊക്കെ അതുപോലെ ദൈവം ഒടുക്കിക്കൊള്ളുന്നു. അപ്പോൾ എവിടെ നിൽക്കുന്നു അവരെ? നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ കണ്ണിൽ ചെതുമ്പലിരിക്കുകയല്ലേ? ആ ന്യായപ്രമാണത്തിൻ്റെ ചെതുമ്പൽ ശൗലിരുന്നത് പോലെ ആ ചെതുമ്പലും വെച്ചോണ്ടല്ലേ പുതിയ നിയമസഭയെ കൊന്നുപിടിച്ചത്. അനന്യാസ് ഉപദേശി 2ാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റി. സ്കൂളിൽ പോകാത്തവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറ്റി? ചെതുമ്പൽ പോയി. ക്രിസ്തു ദർശനം ഏറ്റെടുത്തു. യേശു ക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിച്ചു താൻ. ഒന്ന് കുറേ 40 അടി, എത്ര പ്രാവശ്യം? 5 3 പ്രാവശ്യം പട്ടിണി, പൈതാഹം. ഇത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് കള്ള സഹോദരന്മാരുള്ള ആപത്ത്. ഞാനും കുറേ അനുഭവിച്ചത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അവരുടെ വാക്കുകൾ, ക്രൂരമായ അമ്പുകൾ എനിക്കെതിരെ പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കൈപൊക്കി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു പറയത്തില്ല. എന്നിലുള്ള ആത്മാവ് അതാ, എന്നിലുള്ള ദൈവസ്നേഹം അതാ. ആരെന്ത് പറഞ്ഞാലും സ്വോത്രം സഹോദര, സ്വോത്രം ബ്രദറെ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു. മനസ്സിലായോ ദൈവമക്കളെ? നമ്മൾ ജാതികളായിരുന്നു, പ്രതികാരദാഹികളായിരുന്നു. ഇന്ന് ഈ കേരളക്കരയിൽ മനുഷ്യനെ കൊന്നു തിന്നുന്ന മനുഷ്യർ വരെ ഇല്ലേ? ആ കൂട്ടരായിരുന്നു നമ്മൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ മാറ്റി, നിനക്ക് രൂപാന്തരം തന്നു. നീ പഴയ മനുഷ്യനല്ല. നീ ആരാ? ദൈവാന്തരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി നീ മാറി. പത്രോസ് ജാതികൾക്ക് രക്ഷയില്ല, യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന അവൻ്റെ ആ ചിന്താഗതിയെ ദൈവം പൊളിച്ചെഴുതുകയാണ് ആ ദർശനത്തിലൂടെ. ഒരു തുപ്പട്ടി കാണിച്ച് സകലവിധ മൃഗങ്ങളും കന്നുകാലികളും എല്ലാം, അതായത് ജാതികളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. ഇവർക്കെല്ലാം രക്ഷയുണ്ട്. ഞാൻ അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞാൻ അവരെ വിശുദ്ധീകരിച്ചു. നീ അവനെ അശുദ്ധനെന്ന് എണ്ണരുത്, അവരെ അശുദ്ധം എണ്ണരുത്. അവന് തുപ്പട്ടി കാണിച്ചു കൊടുത്തു. നമുക്കിനി തുപ്പട്ടിയല്ല, നമുക്ക് ചവപ്പട്ടി കാണിച്ചു തരും. ഇനി ആ തുപ്പട്ടി കാണിച്ചു കൊടുത്തതിൽ നിന്ന് സന്ദേശം നീ ഉൾക്കൊണ്ടോണം. അതിനാ എഴുതി കൈ തന്നേക്കുന്നേ. ഒരു കാലഘട്ടത്തിൽ കർത്താവിനോട് പറഞ്ഞു, വേദപുസ്തകം കൈ പിടിച്ചിട്ട് അതിനെതിരെ പ്രസംഗിക്കുന്ന ഉപദേശിമാർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നി, എന്താ കർത്താവ് ഈ ചിന്ത ഇങ്ങനെ? പിന്നെ മനസ്സിലായി, ശരിയാ. വേദപുസ്തകം കയ്യിൽ വെച്ചിട്ട് അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിന് സ്തോത്രാഴ്ചയും ദശാംശവും ഡോളറും റിയാലും പൗണ്ടും ഒക്കെ ഇങ്ങനെ ഒഴുകി അവസാനം ഇവരെന്താ പറ്റി? ഇവരെല്ലാം കൾട്ടിൻ്റെ ലിസ്റ്റിൽ പെടാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ,
ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ചതിയിൽ ചെന്ന് പെടരുത്, വഞ്ചനയിൽ ചെന്ന് പെടരുത്. പൗലൂസിൻ്റെ പ്രബോധനങ്ങൾ നീ കേട്ടനുസരിച്ച് ജീവിച്ചോണം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും യൂദയുടെയും ഉപദേശങ്ങൾ നീ കേട്ടനുസരിച്ച് ജീവിച്ചോണം. നീ പ്രവാചകനായിരിക്കാം, ആത്മികനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. 1 കൊരിന്ത്യർ 14:37-38. നീ അത് കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കേണ്ടെന്നാണ് പൗലൂസ് പറയുന്നത്. അവരാ നമുക്ക് ഉപദേശം തരുന്നേ. ഹല്ലേലൂയ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവവചനം വായിച്ചു പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും, നിങ്ങളെ തെറ്റിച്ച് കളയും, നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിച്ചിട്ടേ ഇവരടങ്ങുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്കിനി ഒന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ലീൻ കട്ടായിട്ട് പറഞ്ഞങ്ങ് പോകാന്നുള്ളതാണ്. നമ്മൾ ജാതികളായിരുന്നു നമ്മളിപ്പോൾ ആരാക്കി മാറ്റി? ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. ഓ ഹല്ലേലൂയ. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മൾ എഫേസ്യ ലേഖനം 4:17-19 വാക്യത്തിലുള്ള 7 ദുർസ്വഭാവങ്ങൾക്ക് അടിമകളായി സാത്താൻ്റെ അടിമത്വത്തിൽ കിടന്ന് ഞെളിവിരി കൊണ്ട്, ദുരുപദേശത്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന് നെളിവിരി കൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യനേക്കാൾ ആദപ്പതിച്ച് കിടന്ന നമ്മളെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി തീർത്തപ്പോൾ രക്ഷാ, സ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട് ആദിയായ ദൈവിക ഉപദേശങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി? ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി. ഈ പഴയ മനുഷ്യനാണ് പാപം ചെയ്യുന്നത്. പുതിയ മനുഷ്യൻ പാപത്തിൽ വീണാൽ അപ്പം മടങ്ങി വരും അവൻ. പഴയ മനുഷ്യന് മടങ്ങി വരാൻ പറ്റത്തില്ല. പഴയ സ്വഭാവത്തിലേക്ക് പോയാൽ മടങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഭക്തന്മാർ തകർന്നു പോയത്. കേരളക്കരയെ കിടുകിടാൻ വിറപ്പിച്ച ഭക്തന്മാർ തകർന്നു പോകാനുള്ള കാരണം ആ പഴയ മനുഷ്യന്റെ രീതിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി തീരണം. പുതിയ മനുഷ്യന്റെ സ്വഭാവം സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ, ഒരു പാപത്തിൽ വീണാൽ, ഒരു തെറ്റിൽ വീണാൽ അപ്പം മടങ്ങി വരും. പഴയ അനുഭവത്തിലിരുന്നാലോ മടങ്ങി വരാൻ പറ്റുകയില്ല. അതാ പൗലോസ് പഠിപ്പിക്കുന്ന ഉപദേശം. ഞാനത് ഉപദേശം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ, സ്വത്രം. ആ 17 എഫേസ്യർ 4:17-18-19 വാക്യം പറഞ്ഞു കഴിഞ്ഞ് 7 വിധ പാപ സ്വഭാവത്തിന് അടിമയായ വ്യക്തികളാലും നമ്മൾ ജാതികൾ. അത് പറഞ്ഞിട്ട് 20-ാം വാക്യം പറയുന്നത്, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉപദേശം ലഭിച്ചെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. കൊലോസ്യ ലേഖനം 3 അങ്ങോട്ട് പോകുന്നില്ല, സമയമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.